ഹലോ നമസ്കാരം. എല്ലാവർക്കും KC ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERT സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. എക്കണോമിക്സ് ഒട്ടും തന്നെ അറിയാത്തവർ, ബേസിക് ആയിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഈ ക്ലാസ് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. 10ാമത്തെ ചാപ്റ്റർ എന്താണ്? ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. അപ്പോൾ ഇവിടെ ഒരു കുടുംബ ചർച്ചയാണ്. അതായത് ശമ്പളം വന്നിട്ടുണ്ട്, ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്, അച്ഛന്റെ മരുന്നിനും കറണ്ട് ബില്ലിനുമുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം, സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം, അമ്മുവിന് ഉടുപ്പ് ഞാൻ വാങ്ങിക്കോളാം. എന്താണ്, അമ്മുവിന്റെ പിറന്നാളാണ്, ഉടുപ്പ് വാങ്ങണ്ടേ ചേട്ടാ എന്ന് വൈഫ് ചോദിക്കുകയാണ്. പിന്നെ അമ്മ എന്താ പറയുന്നേ? ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം. അച്ഛൻ ചോദിക്കുകയാണ്, മോനെ ഈ മാസവും ചെലവ് കൂടുതലാണല്ലോ, ഇനിയും കടം വാങ്ങേണ്ടി വരുമോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു എന്താണ്, ഇത് സത്യം പറഞ്ഞത് എന്താണ്, ഇതൊരു കുടുംബ ബജറ്റിനെ പറ്റിയുള്ള ഒരു സംസാരമാണ് അല്ലെ. നമ്മുടെ രാഷ്ട്രം ബജറ്റ് അവതരിപ്പിക്കുന്നത് പോലെ ഈ കുടുംബത്തിലുള്ള, ആ വീട്ടിലുള്ള എല്ലാവരും 4 പേരും ചേർന്നിരുന്ന് ആ കുടുംബത്തിലെ ബജറ്റിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ മാസവും കടം വാങ്ങേണ്ടി വരുമോ? കഴിഞ്ഞ മാസം വാങ്ങിയ കടം വീട്ടണം. പിന്നെന്താണ്? പിറന്നാളിനുള്ള ഉടുപ്പ് ഞാൻ വാങ്ങാം, ചിട്ടിയും അടയ്ക്കാം. പിന്നെ ഈ മാസത്തെ ചിലവ് എന്താണ്? അച്ഛന്റെ മരുന്നിനുള്ള കറണ്ട് ബില്ലും. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കടങ്ങളെല്ലാം തീർത്ത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ നിക്ഷേപിക്കാം. ഇവിടെ ഒരു ബജറ്റ് ചർച്ചയാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് അല്ലെ. ഇവിടെ ഒരു ബജറ്റ് ചർച്ചയാണ് നടക്കുന്നത്. അപ്പൊ ഇത് ആ കുട്ടികൾക്ക് എന്താണ്, അതൊന്നും ഈ ബജറ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് വേണ്ട, എന്നിരുന്നാലും അറിയാത്തവർക്ക് പറയാലോ. നമുക്ക് നോക്കാം, എന്താണ് കുടുംബ ചെലവ്? ഒരു കുടുംബ ചെലവ് എന്താണ്? ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും, അതായത് ഫുഡ് കൺസംഷനും, ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി, നോൺ ഫുഡ് കൺസംഷനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. അപ്പോൾ ഒരു കുടുംബം അവരുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഭക്ഷ്യേതര ആവശ്യങ്ങൾക്കുമായി ഒരു നിശ്ചിത കാലയളവിൽ, അത് ഒരു മാസമാകാം, ഒരാഴ്ചയാകാം, ചില ഫാമിലിയൊക്കെ ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് അവരുടെ എന്താണ്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരാഴ്ച, ഒരു മാസം എന്ന രീതിയിൽ അവരൊരു തുക കരുതുന്നു. ഇതിനെയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. നമുക്ക് ചില ഹോസ്പിറ്റൽ കേസ്, ചില അർജന്റ് കേസുകളൊക്കെ പെട്ടെന്ന് വരാറുണ്ട്. ഹോസ്പിറ്റൽ കേസ് എന്താണ്, ചില ബന്ധുക്കളുടെ ഉണ്ടാകുന്ന ഒരു മരണം, അതൊക്കെ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അധിക ചെലവാണ്. അപ്പോൾ കുടുംബ ചെലവിനെ നമുക്ക് 2ആയി തിരിക്കാം: പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചെലവ്. പ്രതീക്ഷിത ചെലവ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ടുള്ള നമ്മുടെ ആഹാരം, വൈദ്യുതി ബില്ല്, പിന്നെന്താണ് സ്കൂൾ ഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിശ്ചയമുള്ള, അതായത് എല്ലാ മാസവും നമുക്ക് പ്രതിമാസം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI ഉണ്ടെങ്കിൽ അത് ഇതാണ് പ്രതീക്ഷിത ചെലവ്. അപ്രതീക്ഷിത ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതിക്ഷോഭം, പെട്ടെന്നൊരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു, പെട്ടെന്നൊരു രോഗം ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെയൊക്കെയാണ് അപ്രതീക്ഷിത ചെലവ് ഉണ്ടാകുന്നത്. ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് വേണ്ട. ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് അവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അവരുടെ വീട്ടിലെ വരുമാനവും ചെലവും ഒക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പഠിപ്പിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ കുടുംബ വരുമാനം ഏതൊക്കെയാണ് ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങൾ എന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കൂ, അച്ഛൻ തയ്യൽക്കടയിൽ തയ്ക്കുന്നു, പിന്നെ അമ്മ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഇത് അമ്മൂമ്മയ്ക്കുള്ള പെൻഷനോ മറ്റോ കൊണ്ടുവരുന്നതാണ് പെൻഷൻ. പിന്നെ അപ്പൂപ്പന്റെ വാഴ കൃഷി, മോൻ എന്താണ് സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ ഇവിടെ ആർക്കൊക്കെയാണ് വരുമാനം എന്നാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. നിഖിൽ വിദ്യാർത്ഥിയാണ്, വരുമാനമുണ്ടോ? വിദ്യാർത്ഥിക്ക് വരുമാനമില്ല. അച്ഛന് തയ്യലാണ്, വരുമാനമുണ്ട്. അമ്മ സെയിൽസ് വുമൺ ആണ്, വരുമാനമുണ്ട്. മുത്തച്ഛൻ കൃഷിയാണ്, കൃഷി ഒരു വലിയൊരു ഒരു വ്യവസായ രീതിയിലാണെങ്കിൽ വരുമാനം ഉണ്ടാകും. അതല്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതാണെങ്കിൽ വരുമാനം ഉണ്ടാകില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചെലവ് കുറയ്ക്കാനായിട്ട് മുത്തച്ഛന്റെ കൃഷി വഴി സാധിക്കും അല്ലേ. പിന്നെന്താണ്, മുത്തശ്ശിയുടെ പെൻഷൻ, അതും ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. അപ്പൊ ഇത്തരത്തിൽ മുത്തശ്ശന്റെ കൃഷിയിൽ നിന്നും, അമ്മൂമ്മയുടെ പെൻഷനിൽ നിന്നും, അച്ഛന്റെയും അമ്മയുടെയും വരുമാനത്തിൽ നിന്നും, അങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്നും ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് പറയുന്നത്.
വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം ഉയർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയുമ്പോൾ നമ്മൾ വരുമാനം എന്ത് ചെയ്യുക, ഉള്ള വരുമാനം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക. വരവിൽ കൂടുതൽ ചെലവ് വരുത്തി വെക്കാതെ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ എന്താണ് ആ വരവിനെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുടുംബ ബജറ്റ് ആണ്. എന്താണ് കുടുംബ ബജറ്റ്? ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബജറ്റ്? ഒരു ധനരേഖയാണ്. എന്താണ്? ഒരു ധനരേഖയാണ്. ഒരു ധനരേഖയാണ് എന്തെന്ന് പറയുന്നത് ബജറ്റ്. അപ്പൊ ഒരു കുടുംബത്തിന്റെ വരവും പ്രതീക്ഷിത വരവും ചെലവും, നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്രതീക്ഷിതമായി വരുന്നതല്ല, പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് എന്ത്? കുടുംബ ബജറ്റ്. ഇത് പറയാൻ കാരണം ഇതുപോലെയാണ് നമ്മുടെ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഒക്കെ ബഡ്ജറ്റ് വരുന്നത്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ എന്താണ്? ഒന്നുകിൽ ഒരു മാസത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തേക്കായിരിക്കും ഈ എന്ത് തയ്യാറാക്കുന്നത്, കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത്. അത് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും, നല്ല വരുമാനമുള്ളവർ എന്താണ്, അവർക്ക് കൂടുതൽ ബജറ്റിനുള്ള കാര്യങ്ങളാകാം. ഈ മാസം തോറും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നവരായിരിക്കാം. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ്, പിന്നെ എന്താണ് ഓർണമെന്റ്സ്, നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ്, അങ്ങനെ നല്ല കാശുള്ളവര് അങ്ങനെ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ ചെലവാക്കാറുണ്ട്. അതുപോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ചെലവാക്കാറുണ്ടോ? ഇല്ല. അവരൊരു ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണോ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് കേടുപാടുകൾ ഉണ്ടാവുക. ആ അവസരത്തിലാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു പുതിയ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്, കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് കുടുംബ ബജറ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ. അപ്പൊ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര ബജറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ബജറ്റിനെ പറ്റിയോ ഒക്കെ ആയിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം എന്ത് തയ്യാറാക്കാൻ, കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ. നമ്മുടെ രാജ്യത്തിന്റെ കേസ് എടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം അല്ലെങ്കിൽ ഓരോ എംപിമാരുടെയും അഭിപ്രായം ഒക്കെ അറിഞ്ഞു വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ ബജറ്റ് തയ്യാറാക്കാൻ. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും. നമ്മുടെ രാജ്യം ഒരു വാർഷിക ധനകാര്യ റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് എന്ത് ചെയ്യുക, ഒരു വർഷത്തേക്കുള്ളത് അവതരിപ്പിച്ചു കഴിഞ്ഞു, അതിനനുസരിച്ചൊക്കെ പൊയ്ക്കോളാം എന്ന് മനസ്സിൽ വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇത് അങ്ങനെ തന്നെ പോകുന്നുണ്ടോ, ആ ബജറ്റിൽ പറഞ്ഞ രീതിക്കൊക്കെ എല്ലാം പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു ഗ്യാസ് കുറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ എന്താണ്, ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി, ആ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്തു, വിലയും വർദ്ധിച്ചു. ഇങ്ങനെ വില വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. ഇപ്പൊ വരുമാനവും കൂടണം. എന്താണ്, അതായത് വില വർധനവിനനുസരിച്ച് നമുക്ക് ഇവിടെ ആരുടെയും ശമ്പളങ്ങളൊന്നും ഇപ്പൊ കൂടുന്നില്ല. അതാണ് പ്രത്യേകിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്, കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർധനവ്, ഇതേപോലെ ഗ്യാസിൻ്റെത്, പിന്നെ വെള്ളത്തിൻ്റെത്, ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില എന്താണ് വർധനവുകൾ. പച്ചക്കറിയുടെ വില ഇടയ്ക്ക് വർദ്ധിക്കുന്നുണ്ട്, ഇടയ്ക്ക് എന്താണ് സവാളയുടെ വില കൂടുമെങ്കിൽ ഇടയ്ക്ക് എന്താണ് തക്കാളിയുടെ വില കൂടും, അങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കുക. ഇതൊക്കെ നമ്മുടെ എന്താണ് കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളാണല്ലേ. 1 കിലോ സവാള 30 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 80 രൂപയൊക്കെ ആവുക എന്ന് വെച്ചാൽ അത് ചില സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് നമ്മുടെ കുടുംബ ബജറ്റിൽ, ഇത് കുടുംബ ബജറ്റിന്റെ കാര്യമാണ്. ഇത് നിങ്ങൾ സെൻട്രലൈസ് ചെയ്ത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം. അപ്പൊ എങ്ങനെയൊക്കെ കുടുംബ ചെലവ് കുറയ്ക്കാം എന്നതാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് കുടുംബ ചെലവ് കുറയ്ക്കാം? പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക, നമുക്ക് അടുത്ത് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. പിന്നെന്താണ്, സ്വന്തമായി കൃഷി ചെയ്യുക. കൃഷി ചെയ്താൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണോ? പൊതുവിതരണ സംവിധാനം, അതായത് നമ്മുടെ റേഷൻ കട, ന്യായവില വിൽപ്പന കേന്ദ്രങ്ങൾ, നമ്മുടെ മാവേലി സ്റ്റോർ, അങ്ങനെയുള്ളതൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് അവിടെ നിന്നൊക്കെ അത്യാവശ്യം വില കുറച്ചെന്ത് കിട്ടുന്നുണ്ട്, സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് അരി, ഗോതമ്പ്, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വില പട്ടിക കൊടുത്തിട്ടുണ്ട് ഓരോ സാധനങ്ങളുടെ ഒക്കെ. ഇതൊന്നും നമുക്ക് വേണ്ട. പിന്നെന്താണ്, വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, മിതവ്യയ ശീലം, ഇതൊക്കെ എന്തിനാണ്, നമ്മുടെ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ കുടുംബ ബജറ്റ്, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് പൊതുചെലവ് മുതൽക്കാണ് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടതെന്ന് നോക്കാം.
ഇനിയാണ് നമുക്കുള്ള സംഭവം തുടങ്ങുന്നത്. പൊതുചെലവ്. ഞാൻ നോട്ടിലും നമുക്ക് വേണ്ടിയുള്ളത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്തതൊന്നും ഞാൻ നോട്ട് എഴുതി എന്റെ സമയം കളഞ്ഞിട്ടില്ല. അതുമല്ല നിങ്ങൾക്കും കിട്ടിയാലും നിങ്ങളത് വായിക്കണ്ടേ, അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പൊതുചെലവ് മുതൽക്കാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യത്തില് ദേശീയപാത വികസനം കണ്ടോ, ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്. ഇതൊക്കെ ചെലവ് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതെല്ലാം നമ്മുടെ സർക്കാരിന് ചെലവ് വരുന്ന കാര്യങ്ങളാണ്. നോക്കാം. സർക്കാർ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? അപ്പൊ ഇവ കൂടാതെ എന്തൊക്കെയാണ്? ശമ്പളം, പലിശ, പ്രതിരോധ ചെലവുകൾ, ആശുപത്രി നിർമ്മാണം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, പിന്നെന്താണ് ഗവൺമെന്റ് സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ. ഇതൊക്കെ നടത്തുന്നതിന് സർക്കാർ കാശ് ചെലവാക്കുന്നുണ്ട്. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ. എന്താണ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പൊതുചിലവുകൾ എന്ന് പറയുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. അപ്പൊ സർക്കാരിന്റെ പ്രവർത്തനം വിപുലമാകുന്നതിനനുസരിച്ച് പൊതുചെലവും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. പൊതുചെലവും വർദ്ധിക്കും. അപ്പൊ പൊതുചെലവ് മനസ്സിലായല്ലോ. വികസന പ്രവർത്തനത്തിനായാലും വികസനേതര പ്രവർത്തനങ്ങൾക്കായാലും സർക്കാർ ചെലവഴിക്കുന്ന ധനത്തെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ഈ പൊതുചെലവുകളെ രണ്ടായി തിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വികസനേതര ചെലവുകളാണ്. അപ്പൊ അതിനെ രണ്ടായി തിരിക്കാം. ഒന്ന് വികസന ചെലവുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. രണ്ട് വികസനേതര ചെലവുകൾ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഒന്നാമത്തെ എന്താണ്? വികസന ചെലവുകൾ. രണ്ടാമത്തത് വികസനേതര ചെലവുകൾ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ എന്താണെന്ന് നോക്കാം. ആദ്യം വികസന ചെലവുകൾ എന്തെന്നറിയപ്പെടുന്നത്? വികസന ചെലവുകൾ എന്നറിയപ്പെടുന്നു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഉൽപാദന ചെലവുകൾ. വികസന ചെലവുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉൽപാദന ചെലവുകൾ. കാരണം ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വികസന ചെലവിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റോഡ് ഗതാഗതം. നമ്മുടെ റോഡ് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ റെയിൽ ഗതാഗതം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക. ഇതുവഴി സർക്കാരിന് എന്ത് കിട്ടുകയാണ്? വരുമാനം ലഭിക്കുകയാണ്. നമ്മൾ ടോൾ പ്ലാസകൾ സ്ഥാപിക്കുന്നു, ട്രെയിൻ ആയാലും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നു. പിന്നെന്താണ്? അത് കൂടുതൽ ഡെവലപ്ഡ് ആയി പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഹൈഡ്രജൻ ട്രെയിൻ ഒക്കെ വരാൻ പോകുന്നു. അതൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ്? കൂടുതൽ നമുക്ക് യാത്രാ ചെലവ് കൂടുതലാണ്. അപ്പൊ യാത്രാ ചെലവ് കൂടുതൽ സർക്കാരിലോട്ട് വരുമാനം കൂടുതൽ എത്തുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കും. ഈ റോഡും ഇതൊന്നും മാത്രമല്ല, പല വ്യവസായങ്ങൾക്ക് വേണ്ടി സർക്കാർ ഫണ്ട് ഇറക്കുക. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ. അപ്പൊ ഇതിനൊക്കെ സർക്കാർ ഫണ്ട് ഇടുമ്പോഴത്തേക്കും അതെല്ലാം എന്ത് ചെയ്യാണ്? നമ്മുടെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവയെ ഉൽപാദന ചെലവുകൾ എന്ന് പറയുന്നത്. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക. നമ്മളിപ്പോ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, അത് നമ്മുടെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഒരു സാമ്പത്തിക നേട്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് വികസനേതര ചെലവുകൾ.
രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. എന്താണ്? രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി. ഉദാഹരണം എന്താണ്? പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ നമ്മുടെ വയനാട് ദുരന്തം വന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്താണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സർക്കാർ ഒത്തിരി, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും വരുമാനം ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും മാസം പെൻഷൻ, മാസം ഇല്ലെങ്കിലും 3 മാസം 4 മാസം കൂടുമ്പോൾ എന്താണ് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്നത് വഴി നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യ താൽപര്യത്തിനും പൊതുസേവനത്തിനും വേണ്ടിയിട്ട് സർക്കാർ വഹിക്കുന്ന ചെലവുകളാണ്. അപ്പൊ ഇത്തരം ചെലവുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ചെലവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നോട്ട്ബുക്കിൽ ഇങ്ങനെ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പലിശ എന്താണ്? പലിശ ഒരു വികസനേതര ചെലവാണ്. ഊർജോൽപാദനം ഒരു വികസന ചെലവാണ്. നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കഴിയും, അല്ലെ? മഹാമാരി വികസനേതരം, പെൻഷൻ വികസനേതരം, കടബാധ്യത വികസനേതരം, സബ്സിഡികൾ, ഗവൺമെന്റ് സബ്സിഡികൾ നൽകുന്നു, അത് ഗവൺമെന്റിന് ലാഭമാണോ? അല്ല, വികസനേതര ചെലവാണ്. റോഡ് നിർമ്മാണം വികസനമാണ്. വിദ്യാലയ നിർമ്മാണം വികസനമാണ്. യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് വികസനേതര ചെലവാണ്. പ്രതിരോധം വികസനേതര ചെലവാണ്. പൊതുഭരണം വികസനേതര ചെലവാണ്. വ്യവസായശാലകൾ വികസന ചെലവുകളാണ്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് 2018-19 മുതൽ 22-23 വരെ 5 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ പൊതു ചെലവുകളാണ്. ഇത് കണ്ടോ? ചെലവ് കൂടിയാണ് വന്നിരിക്കുന്നത്, അല്ലെ? ചെലവ് കൂടിയാണ് വന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് എക്സ്പെൻഡിച്ചർ ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ഇനി വരുന്ന നമ്മുടെ കുടുംബ ബജറ്റ് ആയാലും ശരിയാണ്, നമുക്ക് ഓരോ മാസവും ഓരോ ചെലവുകളാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ കാര്യം. അടുത്തത് പൊതുവരുമാനം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയത്. രൂപ. പൊതുവരുമാനത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? GST, ഗ്രാന്റ്, ആദായ നികുതി, ലാഭം, പലിശ, ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? പൊതുവരുമാനത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പൊതുവരുമാനം എന്ന്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു, അല്ലെ? ഇപ്പൊ ഈ വികസന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സർക്കാരിന് കാശ് വേണം. സർക്കാരിന് ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എവിടെ നിന്നാണ് കാശ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ്? വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് ഇതിന്റെ പൊതുവരുമാനം. എന്താണ് പറയുന്നത്? ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി, അതായത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. അതായത് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് കാശ് സമാഹരിക്കേണ്ടതുണ്ട്. അങ്ങനെ എവിടെ നിന്നാണോ സർക്കാർ എങ്ങനെയാണോ കാശ് സമാഹരിക്കുന്നത്, അങ്ങനെ ഈ കാശ് സമാഹരിക്കുന്നതിനെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം നമുക്ക് വരുമാനം അനുസരിച്ചിട്ട് വേണം നമ്മുടെ ബാക്കി ചെലവുകളും ക്ഷേമ പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ? പ്ലാൻ ചെയ്യാൻ. അപ്പൊ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് പൊതുവരുമാനം. സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ സർക്കാരിന് പൊതുവരുമാനം ഉണ്ടാകുന്നു. എന്താണ് സർക്കാരിന്റെ വരുമാന മാർഗം? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാവരും എന്ത് കൊടുക്കുന്നുണ്ട്? ടാക്സ്, നികുതി. നമ്മൾ എല്ലാവരും നികുതി കൊടുക്കുന്നുണ്ട്. പ്രധാനമായും രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഏതൊക്കെയാണ്? 1 നികുതി വരുമാനവും 2 നികുതിയേതര വരുമാനവും. സർക്കാരിന് നികുതി വരുമാനവുമുണ്ട്, നികുതിയേതര വരുമാനവുമുണ്ട്. എന്താണ് നികുതി വരുമാനം? നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. എന്താണ് നികുതിയേതര വരുമാനം? നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. ഉദാഹരണം എന്താണ്? ഫീസ്. നമ്മൾ ചില കോളേജ് ഫീസുകൾ, സ്കൂൾ ഫീസുകളൊക്കെ നമ്മൾ ചെറിയ അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ചെറിയൊരു തുക ഒരു ഫീസായിട്ട് വാങ്ങാറുണ്ട്, അല്ലെ? എല്ലാ വർഷവും നമ്മൾ അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു സ്കൂളിൽ നമ്മൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പിഴ. എന്തൊക്കെയാണ്? നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നവരാണ്, ഹെൽമെറ്റ് വെക്കാത്തതിന് പിഴ, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പിഴ, 2 പേര് 3 പേര് ചേർന്ന് പോയാൽ പിഴ, കുഴിയിൽ വീണാൽ പിഴ, അങ്ങനെ പലതരം പിഴകളുണ്ട്. അങ്ങനെയുള്ള പിഴകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? നമ്മൾ കോടതികളിലൊക്കെ ചില
പിഴകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇമ്പോർട്ടന്റ് ആക്ട് ഒക്കെ പഠിച്ചപ്പോൾ പലതരം പിഴകൾ, ചിലത് എന്താണ്, ചിലത് എന്താണ് ഇരയ്ക്ക് തന്നെ കൊടുക്കും, ചില പിഴകളുണ്ട് അങ്ങനെ എന്താണ് ഇരയൊന്നും ഇല്ലാത്തത് അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന് ചില പിഴകളുണ്ട്. അപ്പൊ അതൊക്കെ സർക്കാരിലേക്കാണ് പോകുന്നത്. പിന്നെന്താണ് ഗ്രാന്റ് എന്താണ് ഗ്രാന്റ്? ഈ സർക്കാരിന് വേറെ ഏതെങ്കിലും വകുപ്പിലൂടെ ലഭിക്കുന്ന ഗ്രാന്റുകൾ, പിന്നെ ലാഭം, സർക്കാരിന് ആരംഭിക്കുന്ന പദ്ധതികളിലൂടെ ലഭിക്കുന്ന ലാഭം, പലിശ, സർക്കാർ എന്തെങ്കിലും കടം കൊടുക്കുന്ന, നമ്മുടെ RBI എന്താണ് മറ്റു ബാങ്കുകൾക്കൊക്കെ കടം കൊടുക്കുന്നുണ്ട്, അതുവഴി RBIക്ക് ലഭിക്കുന്ന വരുമാനം സർക്കാരിന്റെ വരുമാനം കൂടിയാണ്. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന പലിശകൾ, അത് മാത്രമല്ല നമ്മൾ എല്ലാവരും ബാങ്ക് ലോൺ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പലിശകളൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനമാണ് അല്ലെ. ഇതെല്ലാം നികുതിയേതര വരുമാനത്തിന് ഉദാഹരണമാണ്. അടുത്ത നമുക്ക് നോക്കാം, ഈ നികുതി വരുമാനത്തിനെ തന്നെ രണ്ടായി തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും. ഏതൊക്കെയാണ്? പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. അപ്പോ ഏതൊക്കെയാണ് ഈ പ്രത്യക്ഷ നികുതി, അല്ലെങ്കിൽ എന്താണ് പ്രത്യക്ഷ നികുതി, എന്താണ് പരോക്ഷ നികുതി, നമുക്ക് നോക്കാം. ഇപ്പൊ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ടാക്സ്, അതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഇപ്പൊ പേര് പോലെ തന്നെ പ്രത്യക്ഷ നികുതി എന്താണ്? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത്, അയാൾ തന്നെ എന്ത് ചെയ്യാണ്? അയാൾ തന്നെ ആ നികുതി അടയ്ക്കുകയാണ്. ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് അയാൾ തന്നെ ആ നികുതി അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ എന്താണ്? നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. ഇവിടെ ഇതാണ് ഇതിന്റെ പ്രധാന വാക്ക്, നികുതി ഭാരം വഹിക്കുന്നു. നികുതി ഭാരം വഹിക്കുന്നത് നികുതിദായകൻ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആദായ നികുതിയാണ്. ആദായ നികുതി ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ളവര് ഇത്ര ഒരു ലെവല് നമുക്ക് സാലറി കഴിഞ്ഞാൽ വർഷം തോറും അവരെന്ത് ചെയ്യണം? ആദായ നികുതി അടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം. അതെല്ലാവരും ഡയറക്റ്റ് എല്ലാ വർഷവും അടയ്ക്കുന്നുണ്ട്, അത് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആദായ നികുതി പ്രത്യക്ഷ നികുതിയാണെന്ന് ഉറപ്പിക്കാനുള്ള വേറൊരു കാര്യം, നമുക്ക് ഓർക്കാനുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ കാണുന്നതാണ്, ചില സിനിമാ നടന്മാരൊക്കെ എന്താണ് നികുതി തട്ടിപ്പ് എന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? നികുതി തട്ടിപ്പ് എന്താണ്? വിജയുടെ വീട്ടില് റൈഡ്, വിജയ് അങ്ങനെ ചെയ്തില്ല, ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റൈഡൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വിജയുടെ വീട്ടിലെ റൈഡ്, അല്ലെങ്കിൽ മോഹൻലാൽ വീട്ടിലെ റൈഡ്, നികുതി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്ത് നികുതിയാണ് അവർ തട്ടിപ്പ് നടത്തിയത്? അവരുടെ ആദായ നികുതിയാണ്. അത് ആരാണ് അടയ്ക്കേണ്ടത്? അത് അവരാണ് അടയ്ക്കേണ്ടത്. അവരടച്ചില്ല, അവരുടെ ആദായ നികുതിയിലാണ് അവർ വെട്ടിപ്പ് നടത്തിയത്. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക, ആദായ നികുതി അവരവർ വേണം അടയ്ക്കാൻ. പിന്നെന്താണ്? കെട്ടിട നികുതി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാവരും ഓരോ കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. നമ്മൾ ഭൂനികുതിയൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ വീടിന്റെ നികുതിയൊക്കെ നമ്മൾ എന്താണ് നേരിട്ട് കൊണ്ടുപോയി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റ് നികുതികൾ ഏതൊക്കെയാണ്? ഈ പ്രത്യക്ഷ നികുതിയിൽ പെടുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൽ പെടുന്ന മറ്റു നികുതികളാണ് കോർപ്പറേറ്റ് നികുതി എന്ന് വെച്ചാൽ ഓരോ കമ്പനികളും അടയ്ക്കേണ്ട നികുതിയാണ്. അപ്പൊ അത് ഇതുപോലെ നമ്മൾ ഈ വ്യക്തിഗത ഒരു നികുതിയാണ്. നമ്മൾ വീട്ടുകാരെ നമ്മൾ കെട്ടിട നികുതി അടയ്ക്കും പോലെ അയാളുടെ സ്വന്തം കമ്പനിയുടെ കരമടയ്ക്കുന്നു. പിന്നെന്താണ്? ഭൂനികുതി നമ്മൾ പറഞ്ഞു. പിന്നെ ഗിഫ്റ്റ് ടാക്സ് ഉണ്ട്. സമ്മാന നികുതി എന്നൊക്കെ പറയും. ചില ഗിഫ്റ്റുകൾക്കൊക്കെ ടാക്സ് കൊടുക്കണം. പിന്നെ എന്താണ്? വിവാഹത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റിന് ടാക്സ് കൊടുക്കണ്ട. അപ്പോഴാണ് നമ്മുടെ അംബാനി കല്യാണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അംബാനി കല്യാണ സമയത്ത് എന്താണ് ഒരുപാട് ഗിഫ്റ്റുകളാണ് കിട്ടിയത്, എല്ലാം ഭയങ്കര ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ യൂട്യൂബേഴ്സ് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർക്കുക, നമ്മുടെ ഗിഫ്റ്റ് നികുതി പ്രത്യക്ഷ നികുതിയിൽ പെടുന്നതാണ്. ഇപ്പൊ വിവാഹത്തിനുള്ളതാണ്, അങ്ങനെ എന്തോ വരുമ്പോഴാണ് ഗിഫ്റ്റ് നികുതി അടയ്ക്കണ്ട എന്നുള്ളൊരു സംഭവം വരുന്നത്. അതോ ഗിഫ്റ്റ് നികുതി ചെറിയൊരു എമൗണ്ടോ മറ്റോ വരുന്നുള്ളൂ, അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. അടുത്തത് പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഒരു സാധനം ഒരു സോപ്പ് വാങ്ങുകയാണ്. ആ സോപ്പിനൊരു ടാക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 20 രൂപയുടെ ഒരു സോപ്പാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ 20 രൂപ കൊടുത്തൊരു സോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇതിന് എത്ര രൂപയാ ടാക്സ് കൂടെ നമ്മൾ അടയ്ക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ ടാക്സ് അടയ്ക്കാറുണ്ടോ? ഇല്ല. നമ്മൾ 20 രൂപ MRP ഇട്ടേക്കുന്നു, അതിങ്ങ് വാങ്ങിക്കൊണ്ട് വരുന്നു. സത്യത്തിൽ ഓൾറെഡി അതിനുള്ള ടാക്സ് പെയ്ഡ് ആണ് അല്ലെ. അത് നമ്മൾ ഡയറക്റ്റ് അടയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നോക്ക്, വിൽപ്പന നികുതി ഒരു പരോക്ഷ നികുതിയാണ്. നമ്മൾ നേരിട്ട് അടയ്ക്കുന്നില്ല എങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നും ആ നികുതി അവര്. കാര്യം എന്താണ്? അയാൾ അടച്ച നികുതി കൈമാറി അവസാനം അതിന്റെ MRP റേറ്റിൽ ആ നികുതി വന്ന് നിൽക്കുന്നു. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നു, നികുതി നമ്മുടെ തലയിലാകുന്നു അല്ലെ. നമ്മളാണ് ആ നികുതി അടച്ചത്, പക്ഷേ
പക്ഷെ എന്താണ് അതിന്റെ ഭാരം നമുക്കുണ്ടോ? ഇല്ല, ആർക്കും തന്നെ ഇല്ല. ആ അടച്ച ആൾ കൂടി ഉണ്ടാവില്ല. കാര്യം അയാൾക്ക് അതിന്റെ ലാഭം കിട്ടുകയല്ലേ. അപ്പൊ അതാണ് എന്തെന്നറിയപ്പെടുന്നത്? വിൽപ്പന നികുതി എന്ന് പറയുന്നത്. പിന്നെ വിനോദ നികുതി നമ്മളെല്ലാവരും ടൂർ പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും ടൂർ പോകാനായിട്ട് നമ്മൾ ടൂർ പോകുമ്പോൾ ടൂർ പാക്കേജിന്റെ ഒരു എമൗണ്ട് അടയ്ക്കുന്നു. ട്രാവൽ എമൗണ്ട് എത്രയാണോ അതൊക്കെ അടയ്ക്കുന്നു. റൂം എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്, അയ്യോ നമ്മൾ വിനോദ നികുതി അടച്ചില്ല, വിനോദ നികുതി എവിടെയാ കൊണ്ട് അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേയ്മെന്റ് എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതും എന്താണ്? അതും പരോക്ഷ നികുതിയാണ്. നമ്മൾ ഈ ടൂർ പോകുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകാറുണ്ട്. ഓരോ സ്ഥലത്ത് എൻട്രി ഫീസ് ഉണ്ട് അല്ലെ? ചില റൈഡ്സിൽ കയറണമെങ്കിൽ ഫീസ് ഉണ്ട്. ചില എന്താണ് സൂയിലൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരു ഫീസ് ഉണ്ട്. ഇതൊക്കെ ഒരു വിനോദമല്ലേ? അത് ഓൾറെഡി ഈ ഫീസ് നമ്മൾ അടയ്ക്കാന്ന് വെച്ചാൽ അതിനോടൊപ്പം ആ ടാക്സും കൂടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ? തന്നെ അതൊരു പബ്ലിക് ഡെപ്റ്റ് ആണ്. നമ്മൾ ഓരോരുത്തരും ആ കടത്തിന് ഉത്തരവാദിയാണ്. അതുകൊണ്ട് അതിനെ പൊതുകടം എന്ന് പറയുന്നു. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് ഇല്ലേ? രാജ്യത്തിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ RBIയിൽ നിന്നും കടം വാങ്ങാറുണ്ട്. പിന്നെന്താണ്, പിന്നെ ചില നല്ല വമ്പന്മാരുടെ നിന്നൊക്കെ നമ്മൾ കടം വാങ്ങാറുണ്ട്. പിന്നെന്താണ്, നമ്മൾ പുറത്തുനിന്നും വാങ്ങാറുണ്ട്. പുറത്തുനിന്ന് പറയുമ്പോൾ എന്താണ്, IMFന്റെ നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെ കേട്ടിട്ടില്ലേ, അമേരിക്കയുടെ നിന്ന് കടം വാങ്ങി, ഫ്രാൻസിന്റെ നിന്ന് കടം വാങ്ങി എന്ന് കേൾക്കാറില്ലേ? അങ്ങനെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ നമ്മൾ കടം വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടമെന്നും വിദേശ കടമെന്നും അറിയപ്പെടുന്നു. ഇപ്പൊ പേര് പോലെ തന്നെ എന്താണ് ആഭ്യന്തര കടം? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. ചില വ്യക്തികൾ, ചില വമ്പന്മാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങാറുണ്ട്. ചില ബാങ്കുകൾ, നമ്മുടെ RBI പോലെയുള്ള ബാങ്കുകളിൽ നിന്നും നമ്മൾ കടം വാങ്ങാറുണ്ട്. നമ്മുടെ രാജ്യം കടം വാങ്ങാറുണ്ട്. ഇതാണ് ആഭ്യന്തര കടം. അടുത്ത എന്താണ്? വിദേശ കടം. വിദേശ കടം എന്താണ്? വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പ. എക്സാമ്പിൾ ഏതാണ്ട് നമ്മുടെ വേൾഡ് ബാങ്ക് ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, നമ്മുടെ IMF ഉണ്ട്. പിന്നെന്താണ്, ചില വിദേശ ഗവൺമെന്റുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന കടമാണ് വിദേശ കടം. ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. അപ്പൊ എന്താണ്, ഇത്തരം കടങ്ങൾ വാങ്ങി നമ്മൾ എന്ത് ചെയ്യുക? ഉൽപാദനക്ഷമമായിട്ട് അതിനെ ഉപയോഗിക്കുക. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി വരുമാനം ഉണ്ടാവുകയും അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ പൊതുകടം കുറയ്ക്കുന്നതിനുമൊക്കെ സഹായകമാകും. അടുത്ത് പറയാൻ പോകുന്നത് ധനനയമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ധനനയം വേണം, അല്ലെങ്കിൽ ഒരു ഫിസ്ക്കൽ പോളിസി വേണം. പൊതുവരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് എന്ത്? ധനനയം. പൊതുവരുമാനം, പൊതു ചെലവ്, പൊതുകടം. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമുക്കൊരു വരുമാനമുണ്ട്, നമുക്ക് ചെലവുകളുണ്ട്, പിന്നെന്താണ്, കടവുമുണ്ട്. ഈ വരുമാനത്തിൽ ഈ മാസം ആരുടെയൊക്കെ കടം വീട്ടാം, അല്ലെങ്കിൽ ഈ മാസം ഇങ്ങനെ പോയാൽ അടുത്ത മാസം ഇന്ന ആളുടെ കടം നമുക്ക് കൊടുത്തു തീർക്കാം. അങ്ങനെയുള്ള ചില നയങ്ങൾ നമ്മൾ വീട്ടിൽ നടപ്പിലാക്കാറുണ്ട്. അതുപോലെയുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ നയത്തിനെയാണ് നമ്മൾ ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന എന്താണ്? ധനനയം തയ്യാറാക്കുന്നത് ആരാണ്? ധനകാര്യ വകുപ്പാണ്. നമ്മുടെ ധനകാര്യ മന്ത്രിയല്ല, ധനകാര്യ വകുപ്പാണ് എന്ത് തയ്യാറാക്കുന്നത്? ധനനയം തയ്യാറാക്കുന്നത്. ഈ നയം നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ്? ബജറ്റിലൂടെയാണ്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് എന്ത്? ധനനയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? നമ്മൾ വീട്ടിൽ തന്നെ ഒരു ധനനയം നമ്മൾ പാസ്സാക്കുകയാണ്. എന്താണ് ലക്ഷ്യം? ഒന്ന്, നമുക്കൊരു സാമ്പത്തിക വളർച്ച, നമുക്കൊരു സാമ്പത്തിക സ്ഥിരതയൊക്കെ ഉണ്ടാവുക. അടുത്ത മാസം എന്ത് ചെയ്യണം? കടം വാങ്ങരുത്. അതിന്റെ അടുത്ത മാസം എന്ത് ചെയ്യണം? കുറച്ചെങ്കിലുമൊക്കെ മിച്ചം പിടിക്കണം അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു സ്കീമൊക്കെ തുടങ്ങി അതിൽ കുറച്ച് കാശ് നിക്ഷേപിച്ച് കുറച്ചൊക്കെ എന്താണ് ഒരു വരുമാനം ഉണ്ടാക്കുക, ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ ധനനയം. അപ്പൊ അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ധനനയത്തിന്റെ ലക്ഷ്യം ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക അല്ലെ, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അതായത് ഏകദേശം എല്ലാവർക്കും വരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊരു അസമത്വം ഇല്ലാതാവത്തില്ലേ? ഒരേപോലെ ആർക്കും കിട്ടത്തില്ല. ഡോക്ടറിന് കിട്ടുന്ന ശമ്പളം ഒരിക്കലും ഒരു ക്ലർക്കിനോ ഒരു പിയൂണിനോ കിട്ടത്തില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാവുക, ഒരു തൊഴിലവസരമൊക്കെ സൃഷ്ടിച്ച് വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. അപ്പൊ ഒരു ബജറ്റ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ വികസനം, സുസ്ഥിര വികസനത്തിനും അവരുടെ കാര്യങ്ങളെല്ലാം, വികസന കാര്യങ്ങളായാലും ക്ഷേമ കാര്യങ്ങളായാലും യാഥാർത്ഥ്യമാക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. നല്ല ഒരു ബജറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമ്മുടെ വീടിന്റെ കാര്യമായാലും അങ്ങനെയല്ലേ, നമ്മളൊരു ശമ്പളം വരുമ്പോഴേ നമുക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ, നമുക്ക് ഇന്ന ചെലവുകളുണ്ട്, അപ്പൊ ആ ചെലവുകൾ കഴിഞ്ഞിട്ട് അധിക ചെലവ് ഉണ്ടാക്കരുത് എന്ന രീതിയിൽ കൃത്യമായിട്ട് ഒരു ബജറ്റിലൂടെ നീങ്ങുന്നവർക്ക് അവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കേസിലും പറയുന്നത്. അപ്പൊ നമ്മുടെ എക്കണോമിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സിൽ 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലോട്ട് പോകാനാകും. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാനിത് തീർക്കാം. ഇനി ഒരു 2 ചാപ്റ്ററും കൂടെ ഉള്ളൂ. ഈ ആഴ്ച തന്നെ 2 ചാപ്റ്റർ എടുത്ത് ഞാൻ തീർക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. അപ്പൊ ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. കൂടാതെ ഒരു കാര്യം, ഈ ക്ലാസ് അതായത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. നോട്ട് വേണമെന്നുള്ളവർ, ഞാൻ പിന്നെയും പറയുകയാണ്, നോട്ട് വേണമെന്നുള്ളവർ ഈ ചാനലിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിന്റെ അടിയിൽ കമന്റ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുക. അവർക്ക് ഞാൻ ഇതിന്റെ നോട്ട് ഷെയർ ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ഡിഗ്രി ലെവൽ PYQ സീരീസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, അടുത്ത ക്ലാസ് നമ്മൾ ഉടനെ ഇടുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. പിന്നെ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണുക. അടുത്ത ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കിട്ടുന്ന ക്ലാസ്സുകൾ അപ്പോഴെപ്പോഴേ കണ്ടു തീർക്കുക. കാര്യം ഇങ്ങനെ ബൾക്കാക്കി ഇടരുത്. കാര്യം ഓരോ ക്ലാസ്സും 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അടുപ്പിച്ച് പോകുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ ആ 2 മണിക്കൂറത്തെ ക്ലാസ് അപ്പോൾ കണ്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സും കൂടെ വരുമ്പോൾ മൊത്തം 4 മണിക്കൂറത്തെ ക്ലാസ് ആവുകയാണ്. അപ്പൊ നിങ്ങൾക്കത് കണ്ടു തീർക്കാനുള്ള ഒരു ടൈം ലിമിറ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ് ഇടുന്നതിനനുസരിച്ച് കണ്ടു തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.